എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം കാന്താരി മുളകും തൈരും കൊണ്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ വെള്ള കാന്താരി മുളകാണ്. ഇതേപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കണം. എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ അവരവർക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എരിവുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം അറ്റം ഇതേപോലെ ഒന്ന് പിളർത്തിയെടുക്കണം. ഇങ്ങനെ ഓരോന്നും എടുത്ത് പിളർത്തിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരുന്ന മുളകെല്ലാം അറ്റം പിളർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. 1 കപ്പ് തൈര് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്ത് തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തൈരിൻ്റെ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഈ ഒരു രീതിയിൽ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മുളക് വറുക്കാൻ. ചിലപ്പോൾ മുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വറുത്തെടുത്ത മുളക് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ട് യെല്ലോ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. ഇനി ബാലൻസുള്ള എണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ടതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ 2 പൊടികളും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടണം. അതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ ചൂടിൽ കിടന്ന് തന്നെ തൈരൊന്ന് ചൂടായി കിട്ടും. നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കൈ എടുക്കാതെ തുടരെ ഇങ്ങനെ ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. മുളകിലേക്കൊക്കെ ഇനി നന്നായിട്ട് തൈരൊന്ന് പിടിച്ച് കിട്ടണം. ഈ ഒരു രീതിയിൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചട്ടി അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്ക് ചോറ് കഴിക്കാൻ സമയത്ത് വിളമ്പിയെടുക്കാനാണ്. അപ്പോൾ അത് മുളക് നന്നായിട്ട് പരുവായി തൈരൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാന്താരി മുളക് കൊണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചോറുണ്ണാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കറി വെച്ച് നോക്കൂ. അടുത്തത് കോവയ്ക്കയും മുട്ടയും ചേർത്തിട്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി
ഞാനൊരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്ത് വയ്ക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ 4ആയിട്ട് കീറി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ ആ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടി കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത കോവയ്ക്ക നോക്കി എടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. ഇതേപോലെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. കോവയ്ക്ക അരിഞ്ഞത് ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കോവയ്ക്കയുടെ പുറത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് മുട്ട തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ചെറിയ ഉള്ളി അരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. സവാളയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും മുളകും മുട്ടയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിരുന്ന കോവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അടുപ്പിലേക്ക് വെച്ചെടുത്തിരുന്ന കോവയ്ക്ക ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരുന്ന മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പം ചെറിയ ചെറിയ പീസസായിട്ട് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കുത്തി ഉടച്ച് ഈ മുട്ടയൊന്ന് തയ്യാറാക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കാം. കോവയ്ക്ക നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും കോവയ്ക്കയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കോവയ്ക്കയും മുട്ടയും കൂടെ ഈ ഒരു രീതിയിലൊന്ന് തോരൻ വെച്ച് നോക്കൂ. അടുത്തത് കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തോരന് വേണ്ടിയുള്ള വൻപയർ ഒന്ന് കുതിർത്തെടുക്കണം. ഒരു 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. അതായത് ഇത്രത്തോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന കുമ്പളങ്ങയാണ്. ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ ഉൾവശമൊക്കെ വൃത്തിയാക്കി എടുക്കാം. ഇനി അതിൻ്റെ പുറത്തുള്ള തോലും കൂടി ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വളരെ ചെറിയ പീസസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. ഇനി തിരിച്ചും അതേപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ മൊത്തം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം.
അപ്പോൾ അരിഞ്ഞ കുമ്പളങ്ങയെല്ലാം ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പയർ കുതിർക്കാനിട്ടിരുന്നത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. അപ്പോൾ പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതേപോലെ തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിരുന്ന കുമ്പളങ്ങയിലേക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും. കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് കിടപ്പുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുമ്പോൾ തോരൻ റെഡിയായി കിട്ടും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മണമൊക്കെ അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നീട് അത് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി താളിച്ചത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. കുമ്പളങ്ങ കൊണ്ട് ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് നോക്കൂ. ചെയ്തിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ചുരക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ചുരക്കയും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ചുരക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറി വയ്ക്കാൻ ചുരക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ചുരക്ക എടുക്കുന്നതാണ് നല്ലത്. മുറ്റിയതാകുമ്പോൾ അതിനകത്തെ കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതായിരിക്കും. ഓരോ കഷ്ണവും ഇതുപോലെ 3 4 ആയിട്ട് കീറിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു തനി നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5 6 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന തക്കാളി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി തിളയ്ക്കാതെ നോക്കിക്കോളണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കുന്നതിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണവും കളറും കിട്ടും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.